ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ഓറഞ്ച് കേക്ക് ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ ചോക്ലേറ്റ് കേക്കും വാനില കേക്കും അങ്ങനത്തെ കേക്കുകളല്ലേ കഴിക്കാറുള്ളത്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ഓറഞ്ച് കേക്ക് കാണാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, വാ നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നൊന്ന് എടുക്കാം. ഞാൻ ഇങ്ങനത്തെ ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിൽ വരെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ ടിന്നിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേക്ക് എല്ലാ ഭാഗത്തേക്കായിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ ബ്രഷ് ആക്കണ്ട, നമ്മൾ നേരത്തെ ബ്രഷ് ചെയ്ത ആ ബ്രഷിന്മേലുള്ള ഓയിൽ മാത്രം മതി. ഒന്ന് എല്ലാ ഭാഗത്തേക്കും നല്ലോണം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ. നല്ല കഴുകി വൃത്തിയാക്കിയ ഓറഞ്ചാണിത്. ഇനി ആ ഓറഞ്ചിൻ്റെ സ്കിൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം. പീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രമേ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് കളർ പോർഷനില്ലേ, അതുണ്ടാവാൻ പാടില്ല. അതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്കിനൊരു കയ്പ്പ് രസം വരും. നമ്മളിപ്പോൾ ഇവിടെ 2 ഓറഞ്ചിൻ്റെ സ്കിന്നാണ് പീൽ ചെയ്തെടുത്തിട്ടുള്ളത്. ആ സെയിം ഓറഞ്ച് തന്നെ ഒന്നും അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം ചേർക്കാണ്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം, ഓറഞ്ച് പ്യൂരി എടുക്കാം. ഇനി വേറൊരു ഓറഞ്ച് എടുത്ത് നമ്മളിതിൻ്റെ ഓറഞ്ചിൻ്റെ ഈ ഓരോ പോർഷനില്ലേ അതിൻ്റെ ഉള്ളിലത്തെ സ്കിന്നിങ്ങനെ ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് നമ്മൾ മാറ്റി വെക്കാം. ഇത് ചെയ്യുമ്പോഴും ഇതിലും കുരു കുടുങ്ങാണ്ട് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ ഓറഞ്ചിൻ്റെ ഫ്രണ്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്ന് പീൽ ചെയ്ത് കിട്ടും. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി ഞാൻ ഒരു 1/2 കപ്പ് മൈദാണ് എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാനൊരു സ്റ്റെയിനറിൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മളിതിങ്ങനെ അരിച്ചെടുക്കണം. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ മിക്സാക്കിയ എല്ലാ സംഭവവും എല്ലാ ഭാഗത്തേക്കും അങ്ങായി കിട്ടിക്കോളും. ഇനി ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി പൊടിച്ചെടുത്ത പഞ്ചസാര ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിതൊരു 1/2 kg കേക്കിൻ്റെ ബേസാണ് ആക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വലുതാക്കണമെങ്കിൽ 1 kg ആക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ ഡബിളാക്കി ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലോണം അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ 1/2 കപ്പ് അത് മുഴുവനായിട്ട് ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടെ അടിക്കാൻ പോവാണ്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് വേണം ഇത് അടിക്കാൻ. അടിച്ചെടുത്ത ഈ ബാറ്ററിലേക്ക് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിച്ച് വെച്ച നമ്മളെ മൈദൻ്റെ മിക്സില്ലേ അതിൻ്റെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കിയ മൈദയില്ലേ അതിൻ്റെ ബാക്കിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ മിക്സി യൂസ് ആക്കിയില്ലേ എഗ്ഗ് അടിക്കാനൊക്കെ, അതിനൊക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കുക. നമ്മൾ എഗ് ബീറ്ററില്ലേ അത് യൂസ് ആക്കാം. അതേപോലെ നമ്മൾ മൈദയില്ലേ ഒന്നായിട്ടിട്ട് മിക്സ് ആക്കി എടുക്കുകയും ചെയ്യരുത്. ഞാനിപ്പോൾ ചെയ്ത പോലെ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തേക്ക് ഞാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഓറഞ്ച് പീൽ ചെയ്ത് വെച്ചിട്ടില്ലേ സ്കിന്ന് അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചല്ല, നമുക്ക് പീൽ ചെയ്താൽ കുറച്ച് തന്നെ കിട്ടുള്ളൂ, അതിട്ട് കൊടുക്കുക. പിന്നെ ഓറഞ്ച് ചെറിയ ചെറിയ കഷ്ണാക്കി വെച്ചില്ലേ അതും കൂടെ ഇട്ടെടുത്ത് ഒന്നും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓറഞ്ച് പ്യൂരി ഇല്ലേ നേരത്തെ എടുത്ത് വെച്ച അതൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ്. അതുകൊണ്ട് ഞാൻ ഓവന് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഈ കേക്കിൻ്റെ ബാറ്ററി നമുക്കൊരു സ്പാച്ചുല വെച്ച് എല്ലാ ഭാഗത്തേക്കാക്കി നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടിന്നിലേക്ക് നമ്മളിത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്നൊന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസൊക്കെ ഒന്നങ്ങ് പൊട്ടിപ്പോവും. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നില്ല, എനിക്കത് ബേക്കായി വരുമ്പോൾ ഒന്ന് അതിൻ്റെ മുകളിലൊരു ലൈൻ കാണേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ബേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഓറഞ്ചിൻ്റെ ബാക്കി പ്യൂരിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് നല്ലോണം തന്നെ പതിപ്പിച്ചിട്ട് ഒന്നാക്കിയെടുക്കാം. ഈ പ്യൂരി നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ കേക്കിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളെ കേക്ക് എടുത്തിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയേക്ക്. അപ്പോൾ ഞാനൊരു ട്യൂത്ത് പിൻ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ ട്യൂത്ത് പിന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഞാൻ 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടിന്നിൽ നിന്ന് വിട്ട് കിട്ടാൻ വേഗം പറ്റും. ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിലേക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ നമുക്കൊന്ന് നല്ല റിമൂവ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബേക്കായി വന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വന്നത്. അതിങ്ങനെ നമ്മളെ കിച്ചണിൽ ഇങ്ങനെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സെയിം ടിന്നിലേക്ക് തന്നെയാണ് ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ കേക്ക് നല്ല സ്പോഞ്ചി പ്ലഫി കേക്കാണ് കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഈ കേക്ക് ഉള്ളത്. ഇനി ഈ കേക്ക് ഞാനൊന്നൊരു ടൂത്ത് പിൻ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ ആക്കി വെച്ച് നമ്മൾ ഓറഞ്ചിൻ്റെ സിറപ്പില്ലേ, അത് നമ്മളെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഒരു ഭാഗം മാത്രമേ അതിങ്ങനെ ഫില്ലായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആ ജ്യൂസില്ലേ, അത് ഞാൻ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ട്യൂത്ത് പിൻ എടുത്തിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. നമ്മളെ കേക്ക് നമ്മൾ പ്യൂരിയൊക്കെ നല്ലോണം വലിച്ചെടുത്ത് സെറ്റായിട്ടാണുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് അധികം പുറത്ത് വെക്കരുത്. ജ്യൂസൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളിത് സാധാ കേക്ക് വെക്കുന്ന പോലെ പുറത്ത് വെക്കാൻ നിൽക്കരുത്. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇനി നമ്മളെ കേക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണേൽ സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മൾ ചേർത്ത ഓറഞ്ചിൻ്റെ മധുരവും കേക്കിൻ്റെ മധുരവും പ്യൂരിൻ്റെ മധുരവും ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് മധുരം ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്നങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. പക്ഷേ ഈ മിൽക്ക് മെയ്ഡ് ആഡാക്കി കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മളെ കേക്ക് കണ്ടില്ലേ, ഇതിന് നല്ലൊരു കളറുണ്ട്, നല്ലൊരു യെല്ലിഷ് കളറുണ്ട്. പിന്നെ അതുപോലെ നല്ല സ്പോഞ്ചിയാണ്, നല്ല സോഫ്റ്റാണ് നമ്മളെ കേക്ക് ഉള്ളത്. എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്